ഹലോ ഗൈസ്, പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കാര്യം പറയാനാണ്. ഇനി തൊട്ട് നമ്മൾ അധികം വീഡിയോസ് ഇടാനും പോകണില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് തുറക്കാൻ പോകണം. ഒരു 3 ദിവസം കൂടി ഉള്ളൂ ക്ലാസ് തുറക്കാൻ. അത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഗോവിന്ദയാണ്. കൂടാണ്ട് ഞാൻ ഒരു വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടിയാണ്. ജസ്വിൻ എന്നാണ് പേര്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പള്ളിയുടെ തൊട്ടടുത്താണ് താമസിച്ചാൽ. അപ്പം നിങ്ങൾ ആ കാറുണ്ടാക്കിയതിൻ്റെ വീഡിയോ ഉണ്ട്, ഉണ്ടാക്കി കാണിച്ചേക്കണ വീഡിയോ ഞാൻ നാളെ ഇടാം. പിന്നെ ഇത് ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കണേ. ഇതുവരെയായിട്ട് എൻ്റെ പണി കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. കൂടാണ്ട് ആരുടെയൊക്കെ വീടിൻ്റെ സൈഡിൽ വെള്ളം കയറിയിട്ടുണ്ടെന്ന് പറയണേ. കൂടാണ്ട് നമ്മുടെ വീട്ടിൽ നല്ലപോലെ വെള്ളം കയറിയിട്ട് ഇഷ്ടംമാതിരി കയറിയിട്ടുണ്ട്. അപ്പം അവിടെ കുറേ മീനുകളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ എൽദോസിന് ഒരു സർപ്രൈസ് വിളിച്ചു വെച്ചിട്ടുണ്ട്. അത് നിങ്ങളോട് പറയണില്ല. അപ്പം അവനായിട്ട് തന്നെ ഞാൻ നാളെ കൊടുക്കണമായിരിക്കും. എപ്പോഴെങ്കിലും ഈ 3 ദിവസത്തിൻ്റെ എപ്പോഴെങ്കിലും കൊടുക്കണമായിരിക്കും. അപ്പം ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. കൂടാണ്ട് അവൻ എന്ത് സർപ്രൈസ് ഓർപ്പിക്കട്ടെ. നാളെ ഉണ്ടാവൂല. നാളെ അല്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ. അല്ലാന്ന് നാളെ ഞാൻ പോവോ? അയ്യോ ദർശിനി എങ്ങനെ? ഞായറാഴ്ച ശനിയാഴ്ച ഇപ്പൊ പള്ളിയാക്കി. നിന്നത്തിന് ശനിയാഴ്ച വേറെ എന്തിനോ ഇടാൻ പോവാന്ന്. ഇപ്പൊ നാളെ തന്നെ കൊണ്ടുപോകും. ഇന്ന് വെള്ളിയല്ലേ, നാളെ വെള്ളിയല്ലേ. ദർശിനി എങ്ങനെ നോക്കും. തൽക്കാലം ഞാൻ ഓണത്തിന്റെ വെക്കേഷൻ ഇട്ടപ്പോ അപ്പോഴത്തേക്ക് ആ ചത്ത് മണ്ണിന്റെ അടി പോയിട്ടുണ്ടോ? അപ്പൊ പിന്നെ എന്ത് നാളെ ഒപ്പിക്കാൻ പറ്റും? നാളെ നീ ഇല്ല ഉണ്ടാവൂലെന്നല്ലോ പറഞ്ഞു. നാളെ വൈകുന്നേരം പോകുള്ളൂ. രാവിലെ ഒപ്പിക്കാൻ, ഉച്ചവരെ ഒപ്പിക്കാൻ പറ്റുമോ? നല്ല പറഞ്ഞ നാളെ ഇന്ന് വരുമ്പോ കൊണ്ടുവരാം. നാളെ വരുമ്പോ കൊണ്ടുവരാം. നാളെ വൈകുന്നേരം വേണം നോക്കണം. അല്ലെങ്കിൽ മറ്റേ ഇതായാലും മതി. കറുപ്പ് എന്താ വെച്ചാൽ ഞങ്ങള് അക്കോറിയത്തില് മീനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി കാറുകൊണ്ടാ വന്നെ. അപ്പൊ അതിന്റെ ഒപ്പം ആ വീട്ടില് ആ കറുപ്പിന് ഇടാൻ ടാങ്ക് ഇരിപ്പുണ്ട്. ടാങ്കൊക്കെ ഉണ്ട്. അതിനെ കൊടുക്കാം. എന്നാ അതിനെ കൊടുക്കാം. എന്റെ ചാച്ചനോട് ചോദിച്ചാൽ നാളെ കൊണ്ടുവരാം. കറുവപ്പോ അല്ലെങ്കിൽ നീ പറഞ്ഞാൽ കിട്ടും. വീട്ടിൽ ടാങ്ക് ഉണ്ട്, മൂടിയൊക്കെ വെച്ചിരുന്നു. ചാടിപ്പോ നോക്കണം കേട്ടോ, മുള്ളോട്ടോ. പിന്നെ എന്നെ പറയാൻ വന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ ക്ലാസ് തുറക്കാൻ. പിന്നെ ഇനി ഇവനെ ഞാൻ കാണുമെന്ന് തോന്നല്ല. ശനിയാഴ്ച ഞായറാഴ്ച എന്തായാലും ഉടുക്കത്ത് കാണൂല. ഇനി ഓണ ലീവിൽ കാണാൻ പറ്റുമായിരിക്കും അല്ലേ? ഇത്രയും ദിവസം ഇത്രയും നാള് നിന്നിട്ട് ഇപ്പൊ പിരിഞ്ഞു. എന്തായാലും ഇന്ന് നിന്നിട്ട് ഇവൻ പോവാറുന്നെങ്കിൽ ഇവന് ഇത്ര വിഷമമില്ലാന്ന്. ഇതൊരുമാതിരി എന്തായാലും ഇത് തുറക്കാതിരുന്ന മതിയായിരുന്നു. നിങ്ങൾക്ക് ആർക്കും ഇത് തുറക്കാതിരുന്നു. യെസിനെ പിന്നെ പറയാൻ കാരണം നമ്മള് ഒരു വണ്ടിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ അത് നാളെ എത്രയും നാളെ നമ്മൾ സ്കൂളിൽ പോകുന്നു. പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഫീലുണ്ടാവും. ഈ പെണ്ണുമ്പിള്ള ടീച്ചേഴ്സൊക്കെ അപ്പൊ സ്കൂളിൽ ലീവ് എടുത്തായിരുന്നാ പോരെ, ഒരു ദിവസം അങ്ങനെ കൊടുത്താൽ പോരെ. അതാകുമ്പോ വിഷമം ഉണ്ടാവില്ലായിരുന്നു. ഇവനെ പ്രത്യേകിച്ച് ഇവനെ വിട്ട് പിരിയുന്നില്ല. അപ്പൊ ടീച്ചറും കുട്ടികളുടെ വീഡിയോ ഞാൻ നാളെ തന്നെ ഉറപ്പായിട്ടിടും. അപ്പൊ ബൈ. പിന്നെ ഞാൻ കാര്യം പറയാൻ മറന്നുപോയി. ഇവനോട് നേരത്തെ വന്നില്ലെങ്കിൽ നമ്മൾ ആ വീഡിയോ ഇടാൻ ചാൻസ് ഇല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ടീച്ചർ, ഇവന്റെ എന്റെ അനിയൻ കുട്ടി, ഇവര് രണ്ടുപേരുണ്ടെങ്കിൽ നടക്കുള്ളൂ. ജോസേ, ഞാൻ ഒരു പണി കേട്ടെ. ഞാൻ നിന്റെ വീട്ടിലേക്ക് വിട്ടേ. അപ്പൊ ഇവിടെ പറഞ്ഞു ഞാൻ ഇവിടെയല്ലേ ഉണ്ടാവുള്ളൂ, അങ്ങോട്ടെങ്ങനെ വരാനാണ്? അയ്യോ അത് പറ്റില്ല. രാവിലെ ജോലിക്ക് പോയ പിന്നെ വൈകുന്നേരം ഉച്ചയ്ക്ക് വരുള്ളൂ. വൈകുന്നേരം ഉച്ചയ്ക്ക് പിന്നെ അപ്പൊ അവര് പോയില്ല. എന്നാ നീ നിന്നോട് നാളെ രാത്രി ഇങ്ങോട്ടും അവിടെ വാ. അപ്പൊ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. ഒരു പണി, നാളെ നീ മീനെ ഏതിലും കൊണ്ടുപോവാ. ഞാൻ പെട്ടെന്ന് പറയാം. പിന്നെ എത്ര മണിക്ക് വേണ്ടേ? എടാ നാളെ ഒരു 9 മണിക്ക്. എടാ 9 മണിക്ക് പറ്റേ? ഞാൻ ഉണ്ടാവാൻ ചാൻസില്ല. അപ്പൊ പിന്നെ നീ എപ്പോഴും ഞാൻ 12 മണിക്ക്. പിന്നെ 12 മണി കാരണം ഞാൻ ഡ്രംസിന്റെ ക്ലാസ്സിന്. അപ്പൊ ഇങ്ങനെ മീൻ ഒപ്പിക്കണേ? ഞാൻ തിരിച്ചു തന്നെ വഴി ഒപ്പിക്കും. ചാറ്റിന് അപ്പഴത്തേക്ക് ഉണ്ടായാൽ മതി.
യെസ്, പിന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞാൽ മറന്നുപോയി. ഈ വീഡിയോ കാണുന്നവരെല്ലാം ഷെയർ ചെയ്യണം. പിന്നെ ആർക്കൊക്കെ ക്ലാസ് വർക്ക് ചെയ്യേണ്ട വിഷമം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് കൂടാണ്ട് ആരുടെയൊക്കെ വീട്ടിൽ വെള്ളം കയറിയെന്നൊന്നും കൂടി കമൻറ്റ് ചെയ്യണം. ഓക്കെ.